സോ ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്ത് പറയുന്നു, എല്ലാവരും സുഖമായിരിക്കുന്നു? ഞാനിവിടെ ഹാപ്പിയായി സുഖമായിരിക്കുന്നു. സോ ഇന്ന് ഒക്ടോബർ 28, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. സോ ഇന്നത്തെ ബർത്ത്ഡേ എനിക്ക് സ്പെഷ്യൽ ബർത്ത്ഡേ ആണ് കേട്ടോ. ബിക്കോസ് ആഫ്റ്റർ ബിക്കമിങ് എ മദർ ഇറ്റ്സ് മൈ ഫസ്റ്റ് ബർത്ത്ഡേ. സോ ആ സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന് കേട്ടോ. പിന്നെ ഇന്ന് ഞാൻ ആക്ച്വലി ഓഫ് എടുത്തു കേട്ടോ. ഇന്ന് ഞാൻ എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് കുറച്ച് റിലാക്സ് ആയിട്ടിരുന്ന് ഒക്കെ ഇരിക്കാമെന്ന് വിചാരിച്ചു. ഒരു മീ ടൈം ഫോർ മീ. അപ്പം നമ്മളെ ഗാർഡനിൽ കുറേ റോസസ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഈ റോസസ് നമ്മൾ പൂജയ്ക്കാണ് എടുക്കാറ്. ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുക കഴിഞ്ഞു കേട്ടോ. ഇന്ന് പുട്ടും മുട്ടക്കറി ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ വിധുവിനെ കുളിപ്പിച്ച് അവന് പാപ്പൊക്കെ കൊടുത്ത് ഫുഡൊക്കെ കൊടുത്ത് അവനെ സെറ്റാക്കി അവൻ ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഗ്യാപ്പിൽ എനിക്ക് കുറച്ച് പണിയുണ്ട്, വീട്ടിലത്തെ കാര്യങ്ങൾ, ലൈക്ക് കുറച്ച് ക്ലീനിങ് വർക്ക്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് തീർക്കണം. അപ്പോൾ ഇന്ന് ഏട്ടനും എനിക്കും ഇന്ന് ഓഫാണ്. ലൈക്ക് ഞങ്ങൾ രണ്ടുപേരും ലീവ് എടുത്തിരിക്കുകയാണ്. ഏട്ടന് കുറച്ചൊരു ഹൈ ഇറിറ്റേഷനൊക്കെ ആയതുകൊണ്ട് ഏട്ടൻ ലീവ് എടുത്തു. എനിക്ക് ഞാനിന്ന് ഓബ്വിയസ്ലി ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ബർത്ത്ഡേ ആയതുകൊണ്ട് ഒരു മീ ടൈം അതിന് ഞാൻ ഓഫ് എടുത്തതാണ് കേട്ടോ. പിന്നെ എന്താ, ബർത്ത്ഡേ ആയിട്ട് ഭയങ്കരമായ സ്പെഷ്യാലിറ്റി ഒന്നുമില്ല, ജസ്റ്റ് സിമ്പിൾ സെലിബ്രേഷൻ അത്രയേ ഉള്ളൂ. സെലിബ്രേഷൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഈവനിങ് ഗെറ്റ് ടുഗെദർ മാതിരി പ്ലാൻ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് നമ്മൾ വെച്ചത് ഒരു 7 o'clock ഒക്കെ ആകുമ്പോൾ ലൈക്ക് എല്ലാവരും വർക്കൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഫ്രീ ആയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അപ്പോഴത്തേക്ക് ഒരു ഡിന്നർ സെറ്റ് ചെയ്യണം. അപ്പം മേ ബി ബിരിയാണി ആയിരിക്കാം, അല്ലെങ്കിൽ ഗീ റൈസോ ചിക്കൻ കറി അങ്ങനെ ആയിരിക്കും. ആക്ച്വലി ഞാൻ ഇപ്പോൾ ഫോൺ നോക്കുമ്പോൾ ഐ ഗോട്ട് സോ മെനി മെസ്സേജസ്, സ്റ്റേറ്റസ് മെൻഷൻസ്. ഓക്കെ, സോ ഐ വാസ് വെരി ബ്ലെസ്ഡ് ആക്ച്വലി. അപ്പം ഐ തോട്ട് ഈ ഒരു മൊമെൻറ്റിൽ എനിക്ക് കുറച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു. ബിക്കോസ് നിങ്ങളെല്ലാവരും ബിസി ഷെഡ്യൂൾസിൽ നിങ്ങൾ 2 minutes എങ്കിൽ 2 minutes നിങ്ങളുടെ ടൈം എടുത്ത് എനിക്ക് വിഷസ് അയക്കുമ്പോൾ, എനിക്ക് ബർത്ത്ഡേ വിഷസ് അയക്കുമ്പോൾ ഇറ്റ്സ് ഫീൽ സോ സ്പെഷ്യൽ ഫോർ മീ ആൻഡ് ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ടു യു ഓൾ. നമ്മൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും സമയം 2 minutes എങ്കിലും എടുത്ത് നമ്മളെ വിഷ് ചെയ്യുമ്പം that makes us our day special actually. അപ്പം ഓരോരോ ബർത്ത്ഡേസിൽ നമ്മൾ ഏജ് കൂടുമായിരിക്കും. സോ നമ്മൾ എക്സൈറ്റ്മെൻറ്റ് കുറയും ബർത്ത്ഡേസിൻ്റെ. ബട്ട് സ്റ്റിൽ ഞാൻ വിചാരിക്കുന്നത് നമ്മൾക്ക് ഈ ഒരു എൻറ്റയർ ഇയറിൽ 1 day is special for us. സോ ആ ഡേ നമ്മളായിട്ട് നമുക്ക് വേണ്ടി എന്താ ചെയ്യുക, ഡെഡിക്കേറ്റ് ചെയ്യുക. സോ ദാറ്റ് ഈസ് വാട്ട് ഐ എം ഡൂയിങ് റൈറ്റ് നൗ. അപ്പം I'm really blessed to have each one of you all in my life, and thank you so much for your all wishes, prayers and blessings. അപ്പം എന്തായാലും നമുക്ക് നമ്മുടെ പ്രിപ്പറേഷൻസ്, ബർത്ത്ഡേ പ്രിപ്പറേഷൻസ് ഒക്കെ കാണാം. അപ്പോൾ ഞാൻ ഹൗസ് ക്ലീനിങ് വർക്ക് ചെയ്യുമ്പോൾ ഏട്ടതാ ചിക്കൻ ബിരിയാണിക്കുള്ള മാരിനേഷൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. നമ്മൾ ഫ്രൈ ചെയ്തിട്ടാണ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാറ്. അപ്പോൾ അതിനുള്ള ഫസ്റ്റ് സ്റ്റാർട്ടിങ് സ്റ്റെപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മളിതാ ചിക്കനിലേക്ക് എല്ലാ മസാലപ്പൊടികളും, അതായത് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കോൺഫ്ലവർ, പിന്നെ ലെമൺ ജ്യൂസ്, അങ്ങനെ എല്ലാത്തും ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അത് ഫ്രൈ ചെയ്തിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുക. അപ്പോൾ വിധു ഞാനും ഏട്ടനും വർക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഹൈ ചെയറിൽ ഇരുത്തി കൊടുക്കും. സോ വിധു അവിടെ ഇരുന്നിട്ട് എല്ലാ കാര്യങ്ങളും കാണും കേട്ടോ. അപ്പം ഞാൻ ആ ടൈമിൽ വിധുവിനുള്ള രാഗിക്കുറുക്ക് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ രാഗിക്കുറുക്കൊക്കെ കഴിച്ചു അവൻ. അപ്പോൾ ഏട്ട ആ സമയത്ത് നമ്മൾ ബിരിയാണിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനപ്പം കുറച്ച് ഫോൾഡിങ് പണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡ്രസ്സൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് ബാച്ച് ചിക്കൻ ഫ്രൈ ചെയ്യുകയാണ് കേട്ടോ. വിധു നല്ല കളിയിലാണ്. പ്ലേ മാറ്റിൽ ഇങ്ങനെ ഇരുത്തി കൊടുക്കും. അപ്പോൾ അവന് കുറച്ചേരം ഇങ്ങനെ കളിക്കുകയൊക്കെ ചെയ്യും.
അപ്പോൾ ഫസ്റ്റ് സെറ്റൊക്കെ ചിക്കൻ ട്രൈ ചെയ്തു. അപ്പോൾ സെക്കൻഡ് ബാച്ച് ഇട്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ എന്താ ഇനിയിപ്പോൾ ബിരിയാണി, അടുത്ത ബിരിയാണി റൈസിലേക്കുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പം ഇതായിട്ടും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. നമ്മളെ ക്ലോസ് ഫ്രണ്ട്സിൻ്റെ ഏതെങ്കിലും ബർത്ത്ഡേ പാർട്ടീസോ അല്ലെങ്കിൽ എന്തെങ്കിലും മീറ്റപ്പ് ഉണ്ടെങ്കിൽ മെയിൻ ഷെഫ് ഏട്ടനായിരിക്കും കേട്ടോ. ഗീ റൈസും ചിക്കൻ കറിയും അല്ലെങ്കിൽ ബിരിയാണി ആണെങ്കിൽ ഏട്ടൻ അടിപൊളിയായിട്ട് വെക്കും കേട്ടോ. ഇതിപ്പോൾ ചിക്കൻ ബിരിയാണി റൈസ് സെറ്റായിട്ടോ. അപ്പോൾ നമ്മൾ ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇതാ ഓണിയൻസൊക്കെ നല്ല വാട്ടിയെടുത്തു. അതപ്പോൾ നമ്മൾ എന്നിട്ട് ചിക്കനൊക്കെ അതൊക്കെ ഒന്ന് സെറ്റായപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തതൊക്കെ ഇതിലേക്ക് ഇട്ടു കേട്ടോ, മസാലക്കറിയിലേക്ക്. അങ്ങനെ അത് മസാല റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫൈനൽ സ്റ്റെപ്പ് എത്തി. നമ്മൾ ഗാർണിഷിങ് സ്റ്റെപ്പ് എല്ലാം റൈസൊക്കെ ഒന്ന് മിക്സ് ചെയ്തു, ഗാർണിഷൊക്കെ ചെയ്ത് ലാസ്റ്റ് നമ്മൾ ദമ്മിടാൻ പോവുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ബിരിയാണി സെറ്റായി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ക്ലീനിങ് പരിപാടി ഉണ്ടായിരുന്നു, അതായത് തുടയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഏട്ടൻ പുറത്തേക്ക് പോയപ്പം ബർത്ത്ഡേ പാർട്ടീൻ്റെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഡെക്കറേഷന് വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഞാനും ഏട്ടനും കൂടിയിട്ട് സെറ്റ് ചെയ്യുകയാണ്. അപ്പം അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ വിധുവിനെ ഒന്ന് റെഡിയാക്കി അവനെ കുളിപ്പിച്ച് വിളക്കൊക്കെ ഒന്ന് കത്തിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിഞ്ഞു സന്ധ്യാനേരത്ത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അവനെ ഇരുത്തി. അപ്പോൾ അങ്ങനെ ഞാനും ഫ്രഷായിട്ടോ വിളക്കെത്തിച്ചു. ഇതാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ അറ്റയർ വരുന്നത്, ഒരു യെല്ലോ കുർത്ത സെറ്റ്. അപ്പോൾ ഈ ഫോൺ എനിക്ക് ഏട്ടൻ്റെ ഗിഫ്റ്റാണ് കേട്ടോ. എൻ്റെ ഐഫോൺ 13 ആയിരുന്നു, അതിപ്പോൾ അപ്ഗ്രേഡ് ചെയ്തു ഐഫോൺ 17 പ്രോയിലേക്ക്. അപ്പം ക്ലിപ്പിങ്സ് ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ വിധുവിന് ഞാൻ ആക്ച്വലി കുറച്ച് നേരത്തെ തന്നെ ഫുഡ് കൊടുത്തു കേട്ടോ. അന്ന് ഞാൻ എല്ലാവരും വന്നു കഴിഞ്ഞാൽ അപ്പോൾ കുറച്ച് ടൈം ഫ്രീ കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ അവന് ഫുഡൊക്കെ കൊടുത്ത് കുറച്ച് ചിറ്റ് ചാറ്റ് വീഡിയോ ആണ് കേട്ടോ. വിധുവിൻ്റെ കൂടെ കുറച്ച് നേരം കളിച്ചു. അപ്പോഴത്തേക്ക് ഇതാ അലീനയും പ്രവീണും അശ്വിനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഹായ് പറയുവാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അപ്പും മധുവും ധ്വനിയും അമ്മയും എല്ലാവരും കൂടി വന്നു കേട്ടോ. അപ്പം ബർത്ത്ഡേ വിഷസ് പറയുവാണ്. ഇതാണ് കേട്ടോ മധു. അപ്പോൾ മധു വിഷസൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവർക്കും ജ്യൂസൊക്കെ ഒന്ന് കൊടുത്തു കേട്ടോ. അങ്ങനെ പിന്നെ അഭിഷേക് ജോയിൻ ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു വെഡ്ഡിങ് ആൽബം ഉണ്ടായിരുന്നു. അപ്പോൾ അശ്വിനും അലീനയും അതിരുന്ന് കാണുവാണ് കേട്ടോ. വിധു അഭിഷേകിൻ്റെ കൂടെ സെറ്റായി. അപ്പോൾ നമുക്കിനി കേക്ക് കട്ടിങ് കണ്ടാലോ. അപ്പോൾ നമ്മളെ ക്ലോസ് വൺസൊക്കെ എല്ലാവരും ജോയിൻ ചെയ്തിട്ട് ഒരു നല്ലൊരു ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. ചിലവർക്ക് വരാൻ പറ്റിയില്ല. അങ്ങനെ കേക്ക് ഡിസ്ട്രിബ്യൂഷനൊക്കെ കഴിഞ്ഞപ്പോൾ അടുത്തത് ഗിഫ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ വക ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ മധുവും അപ്പവും ധ്വനിയും ഒക്കെ എല്ലാവരും ഗിഫ്റ്റ് ആയിട്ടാണ് വന്നത്. പിന്നെ ഇതാ നമ്മൾ അലീന ഗിഫ്റ്റ് ചെയ്തിരുന്നു. ഇതിൽ ഒരു ചെറിയ ക്ലിപ്പിംഗ് മിസ്സിങ് ആണ് കേട്ടോ. സുഖവും വിനീഷേട്ടനും വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് ഒരു ദിവസം. പിന്നെ ഇതാ നമ്മളെ ഏട്ടൻ്റെ സർപ്രൈസ് ഗിഫ്റ്റാണ് കേട്ടോ. ആക്ച്വലി എൻ്റെ അടുത്ത് ഐഫോൺ 13 ആയിരുന്നു. അപ്പോൾ ഇത് അപ്ഗ്രേഡ് ചെയ്തു ഇപ്പോൾ ഐഫോൺ 17 പ്രോയിലേക്ക്. ഇറ്റ് വാസ് റിയലി എ സർപ്രൈസ് ഫോർ മീ. അത് കഴിഞ്ഞിട്ട് ഇതാ ഇപ്പം മധുവും ധ്വനിയും വിധുവും ഒക്കെ കൂട്ടിയിട്ട് ഇവിടെ ഇരുന്ന് കളിക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് അടുത്ത് ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. എല്ലാവർക്കും ഭക്ഷണം നല്ല ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ബിരിയാണിയൊക്കെ നല്ല കൊള്ളായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു. ഇതാ അപ്പോൾ എല്ലാവരും പോവാൻ നോക്കുകയാണ് കേട്ടോ. അപ്പം എല്ലാവരും പോയിട്ടോ. അപ്പോൾ ഇതാ ലാസ്റ്റ് അപ്പവും അതും അമ്മയും ധ്വനിയൊക്കെ പോവുകയാണ് കേട്ടോ.
അപ്പം ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേ ഈ സെലിബ്രേഷൻ ഇങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ വ്ളോഗ് ഞാൻ ഇവിടെ എൻഡ് ചെയ്യുവാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അൺടിൽ നെക്സ്റ്റ് വീഡിയോ, സ്റ്റേ ട്യൂൺ, ബൈ.